ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ലൈനിൽ വന്നിട്ടുണ്ട്. മനീഷ് മഹിബാൽ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനീഷ്, പറയും. ഹലോ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ സൗത്ത് പോലീസാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മരണങ്ങൾ ഒരു വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് മുൻപാണ് നടക്കുന്നതെങ്കിൽ പോലീസ് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഗൗരവതരമായി തന്നെ അന്വേഷിക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ 22 വയസ്സുകാരി ആസിയ, മുനീറിൻ്റെ ഭാര്യ ആസിയ വീട്ടിലെ കിടപ്പ് മുറിയിൽ ജനലിൽ കെട്ടിത്തൂങ്ങിയത്, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. പിന്നീട് അവിടെ നിന്നും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ആസിയെ കൈകാര്യം ചെയ്തിരുന്ന സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അതിലൊരു സ്റ്റാറ്റസ് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ പിതാവ് മരണപ്പെട്ടതിൽ അതീവ ദുഃഖിതയാണെന്നും പിതാവിനൊപ്പം പോകുന്നു എന്ന തരത്തിലുള്ളൊരു സ്റ്റാറ്റസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ആസിയ തന്നെയാണോ സമൂഹ മാധ്യമത്തിൽ ഇട്ടത്? ഇതിൻ്റെ ആധികാരികത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 4 മാസങ്ങൾക്ക് മുൻപാണ് കായംകുളം സ്വദേശിയായിട്ടുള്ള ആസിയയും ആലപ്പുഴ നഗരത്തിലെ ലജനത്ത് വാർഡിൽ സ്വദേശിയായിട്ടുള്ള മുനീർ തമ്മിലുള്ള വിവാഹം നടന്നത്. ഈ വിവാഹം നടക്കുന്നതിന് 1 മാസം മുൻപായിരുന്നു ആസിയയുടെ പിതാവ് മരണപ്പെട്ടത്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമായതുകൊണ്ട് തന്നെ വിവാഹം നടക്കുകയായിരുന്നു. പിന്നീട് ഈ വിവാഹത്തിന് ശേഷവും എപ്പോഴും അച്ഛൻ്റെ കാര്യം ഓർത്ത് ആസിയ വിഷമത്തിലായിരുന്നു. അച്ഛൻ്റെ അരുമ മകളായിരുന്നു ആസിയ. ആ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ആസിയയുടെ ബന്ധുക്കളുടെ മൊഴി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ പോലീസ് രേഖപ്പെടുത്തും. ഇന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ.